ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഹാഫ് മൂൺ സ്നാക്ക് എന്നെല്ലാം പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു ഓയിൽ ജാർ എവിടുന്ന് വാങ്ങുന്ന കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. ഇതിപ്പം ട്രെൻഡിയോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ അപ് ടു 40% ഓഫറും കൂടി കിട്ടാൻ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ചിലും ചെറിയ പീസ് ഇഞ്ചി മതി കേട്ടോ, കൊത്തി അരിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ലും മാറിക്കഴിഞ്ഞാലില്ലേ ഇതിലേക്ക് 1 ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കുക. പിന്നെ ഉള്ളി ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ച് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു പൊട്ട് കുർക്കുമാസിൻ്റെ ആണ്. ഇത് ഇവിടുന്ന് വാങ്ങിയെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതും ട്രെൻഡിയോൾ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ കോഡ് യൂസ് ചെയ്യുക, ഇർഫാന എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. നിങ്ങൾ ആരെങ്കിലും ഗൾഫിലുള്ളവരാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ വേഗം വാങ്ങാൻ പറഞ്ഞു. നല്ല അടിപൊളി പാത്രങ്ങളാണ്. ഞാൻ 4 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കൊത്തി അരിഞ്ഞ ചിക്കൻ്റെ പീസസ്സാണ്. ചിക്കൻ്റെ പീസസ് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുക്ക് ചെയ്യാത്ത ചിക്കനാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാര്യം ഇതിൽ ആ ഒരു ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് കളയേണ്ടി വരില്ലേ. പക്ഷെ ഇതിൽ തന്നെ ആ ഒരു ചിക്കന് മൊത്തം ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഈ ഒരു ചിക്കനും ക്യാരറ്റും എല്ലാം കുക്കായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും സ്പൈസസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കന് കുക്കായിട്ട് വരും കേട്ടോ, അധിക ടൈമൊന്നും വേണ്ട. അപ്പം ചിക്കനെല്ലാം കുക്കായിട്ട് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ 1/2 മുറി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പൊതുവേ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കുത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കി എടുക്കുക. അപ്പം നമ്മൾ ഫില്ലിങ് ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പാല്, 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പാല് ചേർത്ത് കൊടുത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം ചേർത്തിട്ട് കുറച്ച് പാൽപ്പൊടി മിക്സ് ആക്കിയിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാലും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുമ്പോൾ ഇതൊരു തിക്കായിട്ട് മാറും. നമ്മൾ മൈദയും പാലല്ലേ ചേർത്ത് കൊടുത്തേ. ഇനിയിപ്പം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് റെഡിയായി. അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വന്നേരം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചൂടാകുന്ന ടൈമിൽ ഇതിലേക്കില്ലേ 1.5 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറെല്ലാം മെൽറ്റായിട്ട് വരുന്നത് വരെ മിക്സ് ആക്കിയെടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് 1.5 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കൂലേ അതുപോലെ കുഴച്ചെടുക്കുക. ഒന്ന് വെള്ളവും ആ ഒരു ബട്ടറും എല്ലാം ഒരുമിച്ച് മിക്സായ ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ.
പിന്നില്ലേ നമുക്ക് സാധാ മൈദ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു സ്നാക്കില്ലേ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്നാക്കാണ്. അപ്പോൾ നമ്മൾ മൈദ സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴക്കൂലേ അതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കാം. എന്താ പറയുക ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എന്താ പറയുക ഇതിന് മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറച്ചിയുടെ എല്ലാം ഉണ്ടാക്കൂലേ അതുപോലെ പരത്തിയെടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ചപ്പാത്തിയെല്ലാം പരത്തൂലേ അതുപോലെ കുറച്ച് കട്ടിക്ക് പരത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ എന്താ പറയുക ചപ്പാത്തിയിലും നേരിയ രീതിയിൽ പരത്തണ്ട, എന്നാലും കുബൂസിൻ്റെ അത്ര കട്ടിയും വേണ്ട, അതിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിൽ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ഷേപ്പർ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പം ഹാഫ് മൂൺ സ്നാക്കല്ലേ റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ടാക്കി എടുക്കുക. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ എന്താ പറയുക വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ മൈദ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്താ പറയുക ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടി വരും കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്നാക്സ് റെസിപ്പീസും ടീ പാർട്ടി വ്ളോഗെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടോക്കുക. ഇർഫാന ഷംഷീർ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഇർഫാന ഷംഷീർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസിപ്പിയെല്ലാം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഡെയിൻ മെലിഫും വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിന്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ്സിനൊന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട്. പിന്നെന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാം ഷെയർ ആക്കുക. വൈകുന്നേരം എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പെട്ടെന്നല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ടീ പാർട്ടി എല്ലാം ഉണ്ടാകുമ്പം ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നെല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. പക്ഷേ നമ്മൾ ഈ ഭാഗത്തെല്ലാം അധികം പുതിയാപ്പിളമാരെ വീട്ടിൽ കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടീ പാർട്ടി എല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇത് കുറേ ആൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഇപ്പോഴും അറിയാത്തവരുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് കടിക്കുമ്പം ഇങ്ങനെ തോന്നും. എന്നോടധികം ചോദിക്കലുണ്ട് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇതെന്ത് ഇത്ര ടേസ്റ്റി വരാൻ കാര്യമൊന്നും. ഇപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ എന്താ പറയുക എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുട്ട കലക്കിയെടുക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുട്ടയിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു എന്താ പറയുക കട്ട്ലറ്റെല്ലാം ചെയ്യൂലേ അതുപോലെ ചിക്കൻ റോള് കട്ട്ലറ്റെല്ലാം ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് കറക്റ്റ് ഈ ഒരു അളവിനില്ലോ 1.5 മുട്ട മതിയാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ മുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ മുക്കിയെടുക്കലാണ്. മുട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിൻ്റെ അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കലാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്നാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈവനിങ് സ്നാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. നല്ല രസമാണ് ഇതെല്ലാം. എന്താ പറയുക ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് വിരുന്നാർക്കോ വീട്ടുകാർക്കെല്ലാം കൊടുക്കുമ്പം അവർ കഴിച്ചിട്ടുള്ള ഒരു റിസൾട്ട് കേൾക്കുമ്പം ഭയങ്കര ഹാപ്പി അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ വുഡൻ ബൗളും ട്രേയും കാര്യങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മൾ സാധാ ഫ്രൈ ആക്കി എടുക്കൂലേ അതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. എണ്ണ നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് 2 ഭാഗം ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലിട്ട് കൊടുക്കലാണ്. ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഈ ഒരു കളറായാൽ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി കളറായിക്കോട്ടെ, ഫോട്ടോക്കെല്ലാം കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചുകൂടി കളറാക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, കുറച്ചുകൂടി കുക്കാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ജസ്റ്റ് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊങ്ങി വരും, ഉൾഭാഗം ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പാത്രങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പം ട്രെൻഡുകളിലെല്ലാം നല്ല ഓഫറെല്ലാം ഉള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് മറക്കണ്ട, അപ് ടു 40% ഓഫർ കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പാത്രങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ എണ്ണയിലൊന്ന് കോരിമാറ്റലാണ്. ഇത് ഒട്ടും എണ്ണൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല ഉള്ളിൽ നല്ല ക്രീമിയും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കാര്യമായിട്ടൊന്നുമില്ല, നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചിക്കനെല്ലാം ഉള്ളതാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ചിക്കനായാലും ബീഫായാലും എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രീമിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ട് വെക്കും, അത്രയും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാത്രങ്ങളുടെ കാര്യമൊന്നും മറക്കണ്ട, ഓഫർ കോഡും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.